പ്രേംലാലെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ പടയൊരുക്കം ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പാർട്ടിയിൽ തന്നെ വിമത നീക്കം ശക്തമാവുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ നിജസ്ഥിതി? തുഫയിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോ നിലവിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പരമോന്നത നേതാവാണ്. പക്ഷേ ആ നേതാവിനെതിരെ പാർട്ടിയിലെ അണികൾ, പ്രത്യേകിച്ചും അവിടെ ജനപ്രതിനിധികളായിട്ടുള്ളവർ പോലും പരസ്യമായ നിലപാടെടുക്കുന്നു, പരസ്യ വെല്ലുവിളി നടത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ മുതിർന്ന ഒരു സെനറ്റർ, അവരുടെ ഒരു വനിതയാണ്, പേര് മാർജറി ടൈലർ ഗ്രീൻ. അവര് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നേക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഇത് കേൾക്കുമ്പോൾ ഒരു വനിത മാത്രമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പലരും ട്രംപിന്റെ പല നിലപാടുകൾക്കുമെതിരെ ഇപ്പോൾ പരസ്യ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷവുമായി ചേർന്ന് ട്രംപിനെതിരെ നീങ്ങുന്നു എന്നുള്ളതാണ് വിവരം. അപ്പൊ എന്താണ് കാരണം എന്ന് ഞാൻ പറയാം. കാരണം ഈ സമീപകാലത്ത് ഈ മാർജറി ടൈലർ ഗ്രീൻ എന്ന് പറയുന്ന ഈ സ്ത്രീ, അവർ സമീപകാലത്ത് ട്രംപിനെതിരെ പല തവണ പരസ്യ വിമർശനം നടത്തിയിരുന്നു. അപ്പൊ ആദ്യ സമയത്ത് വിമർശനം വന്നത് ട്രംപിന്റെ വിദേശ നയത്തെ ചൊല്ലിയായിരുന്നു. അപ്പൊ സമീപകാലത്ത് ട്രംപ് ഈ പല വിദേശ രാജ്യങ്ങൾക്കെതിരെയും ഈ റെസിപ്രോക്കൽ താരിഫ്, അതായത് പ്രതികാര ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. അപ്പൊ ഇതെല്ലാം അമേരിക്കയുടെ പൊതുവായ വിദേശ നയത്തിനെതിരാണ്. ഇതിന്റെ അനന്തരഫലം അമേരിക്കയ്ക്ക് പ്രതികൂലമാണ്, അമേരിക്കയ്ക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ദീർഘകാലമായ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പരസ്യ പ്രതികരണം നടത്തിയ ആളാണ് ഈ മാർജറി ടൈലർ ഗ്രീൻ. അപ്പൊ ഇതിനുശേഷം വീണ്ടും ഇവര് തമ്മിലുള്ള ബന്ധം ശിഥിലമായത് സമീപകാലത്തുണ്ടായിരുന്ന ഈ ജെഫ്രി എപ്സ്റ്റീൻ കേസ് ഫയൽസ് അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ ജെഫ്രി എപ്സ്റ്റീൻ കേസ് ഫയൽ എന്ന് പറഞ്ഞാൽ ട്രംപിനെതിരെയുള്ള ലൈംഗിക ആരോപണം സംബന്ധിച്ച കേസാണ്. ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ നിലവിൽ 2019 വിചാരണ തടവിലിരിക്കെ ജയിലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട ഒരാളാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ. ആത്മഹത്യയാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം, എന്നാൽ കൊലപാതകമാണെന്നുള്ള ആരോപണവും നിലനിൽക്കുന്നു. അപ്പൊ ഇയാൾ എങ്ങനെയാണ് ഈ ട്രംപിനെതിരായി ഇത് ആരോപണം വരുന്നതെന്ന് കാരണം, ഇയാൾ ഒരു ചൈൽഡ് അബ്യൂസർ ആണ്. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തന്റെ ബിസിനസ് സുഹൃത്തുക്കൾക്ക്, ഇയാളൊരു കോടീശ്വരനാണ്, വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണ്. അപ്പോൾ സമാന രീതിയിലുള്ള ബിസിനസ്സുകാരുമായിട്ട് ഇയാൾക്ക് അടുത്ത സൗഹൃദമുണ്ട്. ആ സൗഹൃദ വലയത്തിലുള്ള ആളാണ് ട്രംപ്. അപ്പോ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തന്റെ സൗഹൃദ വലയത്തിലുള്ള പലർക്കും കാഴ്ചവെച്ച അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഇര വെളിപ്പെടുത്തൽ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്ത സംഭവമാണിത്. അപ്പോ ആ കേസിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ കുറേശ്ശെയായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളാണ് ഈ കേസ് ഫയലുകളൊക്കെ പുറത്തുവിടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത്. അപ്പോ നിലവിൽ ഈ മാർജറി ടൈലർ ഗ്രീൻ അവരും മറ്റു പല റിപ്പബ്ലിക്കൻ പ്രതിനിധികളും ഈ കേസ് ഫയലുകളൊക്കെ പുറത്തു വിടാൻ ആവശ്യമായ ഒപ്പുശേഖരണത്തിൽ പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് ഒപ്പിട്ടു എന്നുള്ളതാണ് വിവരം. അപ്പൊ ഈ കേസ് ഫയൽ കൈകാര്യം ചെയ്തതിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഈ പറയുന്ന മാർജറി ടൈലർ ഗ്രീനിന്റെ ആക്ഷേപം. കാരണം ഈ ട്രംപ് നേരത്തെ ഇടപെട്ട് ഈ കേസ് ഫയലൊക്കെ മുക്കാൻ ശ്രമം നടന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയിലെ നിയമ സംവിധാനത്തെ മൊത്തം തന്റെ ചൊൽപ്പടിക്ക് നിർത്തുക, ഈ കേസ് ഫയൽ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ രഹസ്യമായി ഇടപെടുകയും എന്നാൽ പരസ്യമായി ഈ കേസിന്റെ സുതാര്യത ഉറപ്പുവരുത്തുകയും വേണമെന്ന് ട്രംപ് നിരന്തരം വാദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ട്രംപിനെതിരെ ഗുരുതര ആക്ഷേപം ഈ കേസിൽ ഈ മാർജറി ടൈലർ ഗ്രീൻ ഉന്നയിച്ചിരുന്നു. അപ്പൊ നിലവിൽ ഇവരെ പരസ്യമായി തള്ളിപ്പറയുകയാണ് ട്രംപ്. കാരണം അവര് ഒരു വിചിത്ര ജീവിയാണ് എന്നുള്ളതാണ് ട്രംപിന്റെ ആക്ഷേപം. ഇവർ തനിക്കെതിരെ തിരിഞ്ഞതിന് കാരണം തന്റെ സ്ഥാനം നഷ്ടമാകുമോ എന്നുള്ള വേവലാതിയാണ് എന്നുള്ളതാണ് ട്രംപിന്റെ ആക്ഷേപം. കാരണം നിലവിൽ അവർ ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്തെ ജനപ്രതിനിധിയാണ്. അപ്പോ അവിടെ നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കാൻ സാധിക്കുമോ, വീണ്ടും റിപ്പബ്ലിക്കൻ പാർട്ടി തനിക്ക് സീറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ ജോർജിയയിലെ ഗവർണർ ആയിട്ട് തന്നെ പരിഗണിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് വാസ്തവത്തിൽ ഈ മാർജറി ടൈലർ ഗ്രീനെ തനിക്കെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ട്രംപിന്റെ വാദം. അതോടൊപ്പം തന്നെ ട്രംപ് അവരെ പരിഹസിക്കുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന ഈ സ്ത്രീ
അവർ പലരോടും വേവലാതിപ്പെടുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഇനി ഞാൻ ട്രംപിനെ വിളിച്ചാൽ തന്റെ ഫോൺ കോൾ ട്രംപ് അറ്റൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ തനിക്ക് മറുപടിയായി തന്റെ ഫോണിന് തിരിച്ച് ട്രംപ് വിളിക്കുമോ എന്നുള്ള ആശങ്ക അല്ലെങ്കിൽ ആ ഒരു വേവലാതി ഈ പറയുന്ന സ്ത്രീ പലരോടും പറഞ്ഞതായിട്ടാണ് തന്റെ വിവരം എന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ട്രംപിന്റെ വിദേശ നയം സംബന്ധിച്ച് പാർട്ടിയിൽ തന്നെ പല അഭിപ്രായ ഭിന്നത നേരത്തെ തന്നെ വന്നിരുന്നു. പല റിപ്പബ്ലിക്കൻ സെനറ്റർമാരും ട്രംപിന് വലിയ താക്കീത് കൊടുത്തിരുന്നു. ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ട് വിദേശ നയത്തിൽ ഇടപെടുന്നത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ഈ കാര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വലിയ ഭിന്നതയുണ്ടെന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇത് കൂടാതെയാണ് ഇപ്പോ ജെഫ്രി എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നത്. പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ വന്ന വെളിപ്പെടുത്തൽ പ്രകാരം ഈ കേസിലെ ആ ഇരയെ ട്രംപിന് നേരിട്ട് പരിചയമുണ്ട് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ വന്നത്. അപ്പൊ ഇത് വലിയ നിയമക്കുരുക്കിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. ഒരു പക്ഷേ അമേരിക്കയുടെ ചരിത്രത്തിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ബിൽ ക്ലിന്റൺ അദ്ദേഹം ഇതേപോലെ ഇംപീച്ച്മെന്റിന് വിധേയമായത് സമാനമായ ലൈംഗിക ആരോപണ കേസിൽ പെട്ടതോടുകൂടിയാണ്. അപ്പൊ സമാനമായ അവസ്ഥ ട്രംപിന് ഉണ്ടാകുമോ? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ വന്നാൽ ഒരു പക്ഷേ ട്രംപിന് തന്റെ അധികാരം വിട്ടൊഴിയേണ്ടി വരും, അല്ലെങ്കിൽ ട്രംപ് ഇംപീച്ച്മെന്റിന് വിധേയമാകും എന്നുള്ളതാണ് അമേരിക്കയിലെ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രേംലാലെ, ഇതിനു മുന്നിൽ രാഷ്ട്രീയ പ്രശ്നം എന്നതിലുപരി ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയാണോ ഇതിനു പിന്നിൽ? ഇവര് തമ്മില് വ്യക്തിപരമായി വലിയ ആത്മബന്ധം ഉണ്ടായിരുന്ന രണ്ട് നേതാക്കളാണ് ട്രംപും അതേപോലെ ഈ മാർജറി ടൈലർ ഗ്രീൻ. അവര് വലിയ സീനിയർ ആയിട്ടുള്ള ഒരു റിപ്പബ്ലിക്കൻ നേതാവാണ്. മുമ്പ്, അതായത് ഇതേ മാർജറി ടൈലർ ഗ്രീൻ തന്നെ മുമ്പ് ട്രംപിന്റെ പല നിലപാടുകളെയും പരസ്യ പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. പ്രത്യേകിച്ചും ഒന്നാം ട്രംപ് അധികാരത്തിലിരുന്നപ്പോ ഈ ട്രംപിന്റെ ഏറ്റവും വലിയ എന്താ പറയുക അനുഭാവി, വിശ്വസ്തയായിരുന്നു ഇവർ. കൂടാതെ ട്രംപ് അധികാരം ഒഴിഞ്ഞ സമയത്ത് ഈ ക്യാപിറ്റൽ സിറ്റിയിൽ വലിയ കലാപം നടന്നിരുന്നു. ട്രംപ് അനുകൂലികൾ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ആ സമയത്ത് പോലും ട്രംപിനെ അനുകൂലിച്ച് നിലപാടെടുത്ത ആളാണ് ഈ പറയുന്ന സ്ത്രീ. അതോടൊപ്പം ട്രംപും സമാനമായ രീതിയിൽ ഇവരെ അനുകൂലിച്ച് നിലപാടെടുത്ത ആളാണ്. കാര്യം ഇവര് മുമ്പ് വംശീയ സ്വഭാവമുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയതിന്റെ പേരിൽ ഇവർക്കെതിരെ വലിയ ആക്ഷേപം വരികയും നിയമ നടപടികളൊക്കെ നേരിടുകയും ചെയ്തതാണ്. ആ സമയത്ത് ഈ മാർജറി ടൈലർ ഗ്രീനിന് വേണ്ടിയിട്ട് അവരെ പിന്തുണച്ച് പരസ്യമായി രംഗത്ത് വന്ന ഒരാളാണ് ട്രംപ്. അപ്പൊ ഇവര് തമ്മിൽ വ്യക്തിപരമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരായിരുന്നു ഒരു ഘട്ടത്തിൽ. പക്ഷെ ഇപ്പോ രണ്ടുപേരും തമ്മിൽ അത്ര സുഖത്തിലല്ല. പക്ഷെ കേവലം വ്യക്തിപരമായ അനിഷ്ടം മാത്രമല്ല, ട്രംപ് പലപ്പോഴും അദ്ദേഹം ഏകപക്ഷീയമായിട്ട് പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ സെനറ്റിലോ പോലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രസിഡന്റാണ്. ഇതിന്റെ പേരിൽ നിലവിൽ ഇപ്പൊ ട്രംപിന്റെ വിദേശ നയത്തിന്റെ ഭാഗമായി ഉണ്ടായ താരിഫ് ഏർപ്പെടുത്തൽ അത് നിലവിൽ നിയമപ്രശ്നമായിട്ട് കിടക്കുകയാണ്. കാര്യം ട്രംപ് സെനറ്റിൽ പോലും അല്ലെങ്കിൽ സെനറ്റിനെ തന്നെ മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി, നികുതി പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അത് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. സുപ്രീം കോടതി നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോ ട്രംപിന് പ്രതികൂലമായ നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കേവലം വ്യക്തിപരമായ ഒരു തർക്കത്തിനപ്പുറം ട്രംപിന്റെ നയങ്ങളോടുള്ള കൃത്യമായ വിയോജിപ്പ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പലരും പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം.